കോന്നിയിലെ ദുരിതത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം തുടരുമ്പോഴും കോന്നിയിലെ ദുരിതമേഖല സന്ദർശിക്കാൻ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പി.സി. വിഷ്ണുനാഥ് ഇതുവരെയും തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ജില്ലയിലെത്തിയപ്പോഴും വൻ ദുരന്തമുണ്ടായ കോന്നി സന്ദർശിച്ചിരുന്നില്ല. എന്നാൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ മുൻപിൽ നിന്ന് ജിനീഷ് കുമാറിനെ പരിഹസിക്കുന്ന തരത്തിലാണ് മന്ത്രി വിഷ്ണുനാഥിന്റെ പ്രതികരണങ്ങളും ഉണ്ടായത്. തേക്കുതോട്, വയ്യാറ്റുപുഴ, കൊക്കാത്തോട് തുടങ്ങിയ പ്രദേശങ്ങളായിരുന്നു വലിയ ഉരുൾപൊട്ടൽ. ഉരുൾപൊട്ടലിൽ നിരവധി വീടുകൾ തകർന്നു. പലരും രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. വീട്ടിലുണ്ടായിരുന്ന എൻ്റെ പൊന്നെ കല്ലും എന്തോ പാറയൊക്കെ ആയിരുന്നു, എല്ലാം കൂടെ വീണു. പിന്നെ ഞാൻ എന്താ ചെയ്യാനാ? സീതത്തോട്, വയ്യാറ്റുപുഴ, തണ്ണീത്തോട് പഞ്ചായത്തുകളിൽ നിരവധിയിടങ്ങളിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഇപ്പോൾ ഈ വീടുകൾ ഇതായിരിക്കുന്ന വീടുകൾ പോലെയുള്ള വീടുകളുടെ എല്ലാം സംരക്ഷണ ഭിത്തി ഇടിഞ്ഞങ്ങ് പോവുക. ഇപ്പം നമുക്ക് നാട്ടിൽ നമുക്ക് കാണാം, അങ്ങനെ നൂറുകണക്കിന് വീടുണ്ട്. പൂർണ്ണമായി 8 വീടേ പോകുന്നുള്ള കണക്കെങ്കിലും അത്തരത്തിൽ നൂറുകണക്കിന് വീടുണ്ട്. പക്ഷേ ഇപ്പം നിൽക്കുന്ന നമ്മുടെ നോംസിൽ അവരെ ഒരാളെയും സഹായിക്കാൻ വേണ്ടി കഴിയില്ല. അതിന് ക്യാബിനറ്റിൻ്റെ പ്രത്യേക തീരുമാനം ഉണ്ടാവും. കോന്നി എം.എൽ.എ. കെ. യു. ജനീഷ് കുമാറിന് രാഷ്ട്രീയ മറുപടികൾ നൽകുന്നതിനപ്പുറം മന്ത്രി പി.സി. വിഷ്ണുനാഥ് കോന്നിയിലെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇത്രയും പറഞ്ഞതിന് ശേഷമെങ്കിലും ബഹുമാനപ്പെട്ട മന്ത്രി പി.സി. വിഷ്ണുനാഥ് ആ സ്ഥലം സന്ദർശിക്കേണ്ടായിരുന്നോ? നിങ്ങൾ പറ, സന്ദർശിക്കേണ്ടായിരുന്നോ? നിങ്ങൾ അവിടെ ചെന്നപ്പോൾ പല വീഡിയോസും ഞാൻ കണ്ടു. എത്രമാത്രം വേദനയോടെയാണ് അവിടുത്തെ പാവങ്ങൾ സംസാരിക്കുന്നത്. കോന്നിയിൽ രാഷ്ട്രീയ വിവാദമല്ല ആവശ്യം, പകരം മലയോര ജനതയ്ക്ക് സർക്കാരിന്റെ സഹായമാണ്. കോന്നിയിലെ ദുരിതം രൂക്ഷമല്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നേരത്തെ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ സഹായഹസ്തമെത്തുന്നതിൽ തടസ്സമാകുമെന്ന ആശങ്കയിലാണ് കോന്നി നിവാസികൾ. കൈരളി ന്യൂസ്, പത്തനംതിട്ട.